നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ആണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ അത് പല അസുഖങ്ങൾക്കും വഴിവെച്ചേക്കാം. എല്ലുകളുടെ വളർച്ചയ്ക്കും അവയുടെ പരിപാലനത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. നാഡീവ്യൂഹം, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം എന്നിവയിൽ വൈറ്റമിൻ ഡി മുഖ്യ പങ്ക് വഹിക്കുന്നു. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു ആഗോള പ്രശ്നമാണ്. ലോകമെമ്പാടുമുള്ള ഏകദേശം 1 ബില്യൺ ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്ന് കണക്കാക്കുന്നു. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 50% പേരിലും വൈറ്റമിൻ ഡിയുടെ അഭാവം കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 76% പേരിലും വൈറ്റമിൻ ഡിയുടെ അഭാവം കണ്ടുവരുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമായ നിരവധി വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. രക്തത്തിലും അസ്ഥികളിലും കാൽസ്യത്തിൻ്റെ സന്തുലിത അവസ്ഥ നിലനിർത്തുന്നതിലും അസ്ഥികൾ നിർമ്മിക്കുന്നതിലും പരിപാലിക്കുന്നതിലും വൈറ്റമിൻ ഡി നിർണായകമായ പങ്ക് വഹിക്കുന്നു. അസ്ഥികളിലേക്ക് കാൽസ്യത്തിൻ്റെ ആഗിരണം നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമായ അളവിൽ ശരീരത്തിലുണ്ടാവണം. വൈറ്റമിൻ ഡിയുടെ അഭാവം അസ്ഥികളുടെയും പല്ലിൻ്റെയും ശരിയായ വളർച്ചയെ ദുർബലപ്പെടുത്തുകയും അത് ശരീരത്തെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു. പേശികൾ ഉണ്ടാകുന്നതിനും പേശികളുടെ ഘടന, ബലം തുടങ്ങിയവ നിലനിർത്തുന്നതിനും വൈറ്റമിൻ ഡിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുടലിൽ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണം കുറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന ഹൈപ്പോകാൽസിമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം. ഇത് കാരണം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിലാക്കുവാനായി പാരാതൈറോയിഡ് ഗ്രന്ഥികൾ അമിതമായി പ്രവർത്തിക്കുന്നതിന് കാരണമാവുകയും സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. ഹൈപ്പോകാൽസീമിയയും ഹൈപ്പർ പാരാതൈറോയിഡിസവും ഗുരുതരമായ നിലയിലാണെങ്കിൽ പേശികളുടെ ബലഹീനത, മലബന്ധം, ക്ഷീണം, വിഷാദം എന്നിവയുൾപ്പെടെയുള്ള ലക്ഷണങ്ങൾക്ക് അത് കാരണമാകും. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സന്തുലിതമാക്കുവാൻ ശ്രമിക്കുന്നതിനായി ശരീരം അസ്ഥികളിൽ നിന്ന് കാൽസ്യം എടുക്കുന്നു. ഇത് ബോൺ ഡീമിനറലൈസേഷൻ അഥവാ അസ്ഥികളുടെ ധാതുവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിന് ഇടയാക്കുന്നു. ഇത് മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന അവസ്ഥയ്ക്കും കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന അവസ്ഥയ്ക്കും കാരണമാകും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ ഏതാണ്ട് 80% പ്രധാനമായും ചർമ്മത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. ഇന്ന് മാറിയ ജീവിതശൈലിയുടെ ഭാഗമായി ജോലിയുടെ ഭാഗമായും അല്ലാതെയും കൂടുതൽ സമയവും കെട്ടിടങ്ങൾക്കുള്ളിൽ ചെലവഴിക്കേണ്ടി വരുന്നതും അടച്ചുപൂട്ടിയ വാഹനത്തിലെ യാത്രയും നമ്മെ സൂര്യപ്രകാശത്തിൽ നിന്ന് അകറ്റുന്നു. സ്ഥിരമായി ശരീരം പൂർണ്ണമായും മൂടുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഡി നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അത് വൈറ്റമിൻ ഡി കുറയുന്നതിന് കാരണമാവുകയും ചെയ്യാം. സൺസ്ക്രീൻ ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവിന് കാരണമാകുന്നത് പൊതുവെ 2 കാരണങ്ങളാലാണ്. ഒന്ന്, ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലൂടെയോ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ലഭിക്കാതെ വരിക എന്നതാണ്. മറ്റൊരു പ്രധാന കാരണം ശരീരം വൈറ്റമിൻ ഡി ശരിയായി ആഗിരണം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതുകൊണ്ടാണ്. ഇതുകൂടാതെ വൈറ്റമിൻ ഡിയുടെ കുറവിന് കാരണമാകുന്ന ചില മെഡിക്കൽ അവസ്ഥകൾ ഉണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ്, ക്രോൺസ് രോഗം, സീലിയാക് രോഗം എന്നീ അവസ്ഥകൾ ഉള്ളവരിൽ പ്രത്യേകിച്ച് ഇത്തരം അവസ്ഥകൾ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ സപ്ലിമെൻറ്റുകൾ വഴി ലഭ്യമാക്കുന്ന വൈറ്റമിൻ ഡി കുടലിൽ നിന്നും ആഗിരണം ചെയ്യുന്നത് തടയുന്നതിന് കാരണമാകാം. പൊണ്ണത്തടി, ഒബേസിറ്റി ഉള്ളവരിൽ വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ബോഡി മാസ് ഇൻഡെക്സ് 30-ൽ കൂടുതലുള്ളവരിൽ വൈറ്റമിൻ ഡി കുറവ് കണ്ടുവരുന്നു. ഇത്തരക്കാരിൽ പലപ്പോഴും വൈറ്റമിൻ ഡി സാധാരണ നിലയിലെത്തുവാനും അത് നിലനിർത്തുവാനും
വലിയ അളവിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടതായി വരുന്നു. വൃക്ക രോഗവും കരൾ രോഗവും ഉള്ളവരിൽ അവരുടെ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉപയോഗിക്കുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റേണ്ട കരളിൽ നിന്നും വൃക്കകളിൽ നിന്നുമുള്ള ചില എൻസൈമുകളുടെ അളവ് കുറയ്ക്കുന്നു. ഈ എൻസൈമുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവം ശരീരത്തിൽ സജീവമായ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തമായ അളവിലേക്ക് നയിക്കുന്നു. ഭാരം കുറയ്ക്കൽ ശസ്ത്രക്രിയകൾ, ഉദാഹരണത്തിന് ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്തിട്ടുള്ളവരിൽ ചില പോഷകങ്ങൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവ മതിയായ അളവിൽ ആഗിരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകുന്നു. ശരീരഭാരം കുറയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവും മറ്റ് പോഷകങ്ങളുടെ അളവും പതിവായി നിരീക്ഷിക്കേണ്ടി വരുന്നു. ഇവർ ജീവിതത്തിലുടനീളം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകളും മറ്റ് സപ്ലിമെൻറ്റുകളും കഴിക്കേണ്ടതായി വരുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവിന് ചില മരുന്നുകളുടെ ഉപയോഗം കാരണമാകാം. ഉദാഹരണത്തിന് ലാക്സേറ്റീവ്സ്, സ്റ്റിറോയിഡുകൾ, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ചില മരുന്നുകൾ, സീഷർ അഥവാ ജ്വരസന്നി വരാതെ തടയുന്ന ഫിനോബാർബിറ്റൽ പോലുള്ള മരുന്നുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നവരിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശിശുക്കൾ, കുട്ടികൾ, മുതിർന്നവർ എന്നിവരുൾപ്പെടെ ആർക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകാവുന്നതാണ്. വൈറ്റമിൻ ഡി കുറവിന് കാരണമാകുന്ന മെഡിക്കൽ അവസ്ഥകൾക്ക് പുറമേ വൈറ്റമിൻ ഡി കുറയുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ജൈവശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഗർഭിണികളായ സ്ത്രീകളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഗർഭകാലത്തും പ്രസവ സമയത്തും വിവിധ സങ്കീർണതകൾക്ക് കാരണമാകും. ഗർഭകാല പ്രമേഹം, പ്രീ എക്ലാംസിയ, മാസം തികയാതെയുള്ള പ്രസവം, നവജാത ശിശുവിന് കുറഞ്ഞ ജനനഭാരം തുടങ്ങിയ ഗർഭകാല സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഇത് നവജാത ശിശുക്കളിൽ അസാധാരണമായ അസ്ഥിവളർച്ച, ഒടിവുകൾ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നിവയ്ക്ക് കാരണമാകാം. പ്രായമായവരിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രായമാകും തോറും ചർമ്മത്തിന് വൈറ്റമിൻ ഡി സമന്വയിപ്പിക്കാനുള്ള കഴിവ് കുറയുന്നു. സൂര്യപ്രകാശം ശരീരത്തിൽ ഏറ്റാലും ഈ പ്രായത്തിൽ വൈറ്റമിൻ ഡി ശരീരം സ്വയം ഉൽപ്പാദിച്ചു എന്ന് വരില്ല. ഇവർക്ക് വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരം ഭക്ഷണക്രമത്തിൽ അധികമായി ഉൾപ്പെടുത്തേണ്ടതായി വരും. ഇളം നിറമുള്ള ചർമ്മം ഉള്ളവരെക്കാൾ ഇരുണ്ട നിറമുള്ള ചർമ്മം ഉള്ളവരിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നിർമ്മിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഇരുണ്ട ചർമ്മമുള്ളവരിൽ ചർമ്മത്തിൻ്റെ എപ്പിഡെർമൽ പാളിയിൽ മെലാനിൻ എന്ന പിഗ്മെൻറ്റിൻ്റെ അളവ് കൂടുതലാകുന്നത് ഇരുണ്ട ചർമ്മത്തിന് കാരണമാവുകയും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ചർമ്മത്തിൻ്റെ കഴിവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വൈറ്റമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ വൈറ്റമിൻ ഡി അത്യാവശ്യമാണെന്ന് മാത്രമല്ല, ഇവയുടെ അസാന്നിധ്യം രക്തക്കുഴലുകൾക്ക് കട്ടി വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരവേദന, നടുവേദന, സന്ധിവേദന, മുടികൊഴിച്ചിൽ, മുതിർന്നവരിൽ ഓർമ്മക്കുറവ്, പെട്ടെന്ന് ക്ഷീണം തോന്നുക, ശരീരം തളരുന്നതുപോലെ തോന്നുക, ഒരു ജോലിയും ചെയ്യുവാൻ തോന്നാത്ത അവസ്ഥ, വിഷാദം പോലുള്ള മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. എന്നിരുന്നാലും വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം എല്ലായ്പ്പോഴും ലക്ഷണങ്ങൾ കാണണം എന്നില്ല. ഓരോ ദിവസവും ആവശ്യമായ വൈറ്റമിൻ ഡിയുടെ അളവ് വ്യക്തിയുടെ പ്രായത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നവജാത ശിശുക്കൾക്ക് മുലപ്പാലിൽ നിന്ന് മാത്രം വൈറ്റമിൻ ഡി ആവശ്യകതകൾ നിറവേറ്റുവാൻ പ്രാപ്തമാകുന്നില്ല. മുലപ്പാലിലെ വൈറ്റമിൻ ഡിയുടെ അളവ് അമ്മയുടെ വൈറ്റമിൻ ഡി നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ കുഞ്ഞ് ജനിച്ചത് മുതൽ ഏതാണ്ട് ഒരു വയസ്സുവരെ കുഞ്ഞിന് വൈറ്റമിൻ ഡി തുള്ളിമരുന്നുകൾ കൊടുക്കേണ്ടതായി വരുന്നു. വൈറ്റമിൻ ഡി കുറവിനുള്ള ചികിത്സ വൈറ്റമിൻ ഡി എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടതായി വരും. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ ഗ്രാനുളുകൾ, ടാബ്ലറ്റുകൾ, ക്യാപ്സൂളുകൾ എന്നിങ്ങനെ പല രൂപത്തിൽ ലഭ്യമാണ്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ ശരീരത്തിൽ നന്നായി ആഗിരണം ചെയ്യപ്പെടുന്നതിനായി കൊഴുപ്പുകൾ അടങ്ങിയ ആഹാരത്തിനൊപ്പം വേണം ഇവ കഴിക്കുവാൻ. രക്തപരിശോധനയിലൂടെയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് നിർണ്ണയിക്കപ്പെടുന്നത്. സാധാരണയായി വൈറ്റമിൻ ഡിയുടെ അളവ് പതിവ് പരിശോധനകളിൽ നടത്താറില്ല. എന്നാൽ ചില മെഡിക്കൽ അവസ്ഥകൾ ഉള്ളവരിലും വിറ്റമിൻ ഡി കുറവുണ്ടാകുവാൻ സാധ്യത ഘടകങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളോ ഉള്ളവരിലും വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിക്കുന്നു. സൂര്യപ്രകാശം ഏൽക്കലാണ്
വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം. ഏതാണ്ട് 80% വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ചർമ്മത്തിൽ നിന്നാണെന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാവുന്ന രീതിയിൽ ജീവിതചര്യകളിൽ മാറ്റം വരുത്തണം. കുട്ടികളെ പുറത്ത് കളിക്കുവാൻ അനുവദിക്കണം. സൂര്യപ്രകാശം ഏൽക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിലുള്ള സമയമാണ്. ഈ കാലയളവിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദനത്തിന് അത്യാവശ്യമായ സൂര്യൻ്റെ അൾട്രാവയലറ്റ് ബി രശ്മികൾ ഏറ്റവും ഫലപ്രദമായ കോണിലായിരിക്കും. ഇത് ശരീരത്തിന് അമിതമായി എക്സ്പോഷർ ചെയ്യാതെ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുവാൻ അനുവദിക്കുന്നു. ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുവാൻ കുറഞ്ഞ സമയ എക്സ്പോഷർ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ അഭിപ്രായത്തിൽ രാവിലെ 10 മണിക്കും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ഇടയിൽ 5 മുതൽ 30 മിനിറ്റ് വരെ മുഖം, കൈകൾ, കാലുകൾ അല്ലെങ്കിൽ പുറം എന്നിവയിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ശരീരത്തിന് വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭ്യമാകുന്നു. അൾട്രാവയലറ്റ് ബി പരമാവധി ആഗിരണം ചെയ്യുന്നതിന് ഷോർട്ട് സ്ലീവ് പോലുള്ള ചർമ്മം കൂടുതൽ തുറന്നു കാട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. എന്നാൽ വേനൽക്കാലങ്ങളിൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. സൺസ്ട്രോക്കും സൺബേണും ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി സമയക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻകരുതലുകൾ വേണം. ഒരു കുപ്പി വെള്ളം എപ്പോഴും കയ്യിൽ കരുതുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, അമിതമായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതല്ല. കാരണം അമിതമായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ത്വക്കിലെ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. കോഡ് ലിവർ ഓയിൽ, സാൽമൺ, ചൂരമീൻ, അയല, മത്തി, പുഴമീൻ തുടങ്ങിയ മത്സ്യങ്ങൾ, കൂൺ, പാൽ, സോയ, ബദാം, ഓട്സ് പാൽ, റെഡി ടു ഈറ്റ് ധാന്യങ്ങൾ, മുട്ട, കരൾ, ബീഫ്, ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, തൈര് പോലുള്ള മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ വൈറ്റമിൻ ഡി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അമിതമായ അളവിൽ വൈറ്റമിൻ ഡിയുടെ ഉപയോഗം ദഹനനാളത്തിൽ കാൽസ്യം ആഗിരണം വർദ്ധിപ്പിക്കുന്നതിനാൽ ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പർ കാൽസ്യൂറിയ എന്നിവയിലേക്ക് നയിക്കുന്നു. ഹൈപ്പർ കാൽസീമിയ ഉണ്ടായാൽ അത് ഒക്കാനം, ഛർദി, പേശി ബലഹീനത, ന്യൂറോ സൈക്കാട്രിക് അസ്വസ്ഥതകൾ, വേദന, വിശപ്പില്ലായ്മ, നിർജ്ജലീകരണം, പോളിയൂറിയ, അമിതദാഹം, വൃക്കയിലെ കല്ലുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. അപൂർവ സന്ദർഭങ്ങളിൽ അമിത തോതിലുള്ള വൈറ്റമിൻ ഡി ഉപയോഗം വൃക്കത്തകരാറിനും ശരീരത്തിൽ ഉടനീളമുള്ള മൃദുവായ കോശങ്ങളുടെ കാൽസിഫിക്കേഷനും ഇടയാക്കിയേക്കാം. അതിനാൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അളവിലും കാലത്തേക്ക് മാത്രം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുകയും ഉചിതമായ സമയത്ത് രക്തപരിശോധനയിലൂടെ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിക്കുകയും സപ്ലിമെൻറ്റുകളുടെ തുടർ ഉപയോഗത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്യുക. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.